ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇനി എണ്ണ കിട്ടില്ല. ഇതാണ് ഇറാന്റെ തീരുമാനം. എണ്ണയുടെ വലിയ തോതിലുള്ള ഒഴുക്കിനെ തടഞ്ഞുകൊണ്ടുള്ള നിലപാടെടുത്തു കഴിഞ്ഞു ഇറാൻ. അതോടുകൂടി തന്നെ എണ്ണവില ഉയർത്താൻ, അതായത് പെട്രോളിയം പ്രോഡക്റ്റിൻ്റെ വില ഉയർത്താനായിട്ട് ചൈനയും പാകിസ്ഥാനും നിർബന്ധിതമായിരിക്കുന്നു. രണ്ട് രാജ്യങ്ങളിൽ കൂടിയിരിക്കുന്നു. ഇനി ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്കയായിട്ട് വരുന്നത് ഇന്ത്യയിൽ പെട്രോൾ വില ഉയരുമോ, ഡീസൽ വില വർദ്ധിക്കുമോ, ഇങ്ങനെയുള്ള ആശങ്കയാണ്. പക്ഷേ ഇതിനൊരു പ്രതിവിധിയായിട്ട് നമ്മൾ കിഴക്കൻ മേഖലയിൽ നിന്ന്, റഷ്യയിൽ നിന്നടക്കം വൻതോതിൽ മോദിയുടെ ബുദ്ധിയിൽ ഒരു മാർഗം തെളിയുന്നുണ്ട് എന്ന് പറയുന്നു. എത്രത്തോളം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് സർ? ഇത് പ്രായോഗികം തന്നെയാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു വ്ളാഡിവോസ്റ്റോക്ക് ചെന്നൈ കോറിഡോറുണ്ട്. പീസ് ബ്ലോക്കിൽ നിന്ന് ജപ്പാൻ വഴി പസഫിക് ഓഷൻ അങ്ങനെ വന്നിട്ട് വേണം വരാനായിട്ട്. അപ്പം അതിന് ടൈം 24 days ആണ് പറയുന്നത്, സ്റ്റീമിങ് ടൈം ഷിപ്പിന്. ഇപ്പോൾ സ്ട്രൈറ്റ് ഹോർമുസ് കൂടി വരുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ വരും സമയം. ടൈം ഫാക്ടർ മാത്രമല്ല, അവിടെ നമുക്കൊരു എക്സ്ട്രാ വേറൊരു ഭീഷണി ഉണ്ട്. അതിൽ ഫ്രൈറ്റ് കൂടും. ഫ്രൈറ്റ് കൂടുമ്പോൾ സാധാരണ അത് ഓയിലിൻ്റെ പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ടതാണ്, ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് മിഡിൽ ഈസ്റ്റിലെ ഇഷ്യൂസ് നീണ്ടുപോവുകയാണെങ്കിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അവൈലബിലിറ്റി ഉണ്ടാവും, ലഭ്യത ഉണ്ടാവും, ഒഴുക്കുണ്ടാവും. അപ്പോൾ അതങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 24 days നമ്മളെ ബാധിക്കുന്നില്ല. കാരണം ഇത് വന്നു വരുമ്പോഴേക്ക് അടുത്ത വരുന്ന സമയവും അങ്ങനെ വരാം. പക്ഷേ ഫ്ലൈറ്റിൻ്റെ ആ ഫാക്ടർ നമ്മളതിൽ പ്രൈസ് മേൽ കൂടുമോ എന്നുള്ളതൊരു ഘടകമാണ്. പിന്നെ നാച്ചുറൽ ഗ്യാസ് നമുക്ക് റഷ്യയായിട്ട് നമുക്ക് ഡീലില്ല. അവർക്ക് എത്രത്തോളം അത് അവൈലബിൾ ആണെന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സൈബീരിയ പോലത്തെ സ്ഥലങ്ങളിൽ ഉണ്ടാവണം. പക്ഷെ അങ്ങനെ വന്നാലും ഇതേ ഷിപ്പിൻ്റെ സമയം എടുക്കും. കാരണം പൈപ്പ് ലൈൻ പോലത്തെ കാര്യങ്ങളൊക്കെ ഇനി അഥവാ ഒരു തീരുമാനത്തിലെത്തിയാലും വർഷങ്ങൾ എടുക്കുന്ന ഒരു കാര്യം. അല്ല, ഇത് നേരത്തെ തന്നെ വ്ളാഡിവോസ്റ്റോക്കിനെ ഒരു വലിയ നഗരമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പുട്ടിൻ്റെ പദ്ധതിയായിരുന്നു അത്. അവിടേക്ക് ഒരു പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ആശയമായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അത് തന്നെയാണോ ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്നറിയില്ല. ഏതായാലും അങ്ങനെയാണെങ്കിൽ പൈപ്പ് ലൈനൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിലാവില്ലേ? വേഗത്തിലാവും. പൈപ്പ് ലൈൻ വരുന്നത് പിന്നെ സമയം വേണ്ടല്ലോ, അന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, അത് പ്രശ്നമല്ല. പക്ഷെ അത് ഉണ്ടെങ്കിൽ തന്നെ പൈപ്പ് ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ സമയം എടുക്കുന്ന പരിപാടികളല്ലേ, പെട്ടെന്നൊരു ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല. കുറേ മാസങ്ങളോ മിനിമം 1 year ഒക്കെ എടുക്കുന്ന കാര്യങ്ങളത്. അപ്പോൾ അതിനേക്കാളധികം നമ്മളിപ്പോൾ അതിനൊരു പ്ലാൻ ഉണ്ടാകുമായിരിക്കാം. ഇപ്പോൾ ഇന്ത്യ റഷ്യയും തമ്മിലുള്ള ദീർഘമായിട്ടുള്ള സൗഹൃദം എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിക്കൂടായില്ല, ഉണ്ടാവാം. നമുക്കതിനെപ്പറ്റി അറിവില്ല. പക്ഷേ ഈ സീ റൂട്ട് കൂടെ നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. 24 days കൊണ്ട് സ്റ്റീമിങ് ടൈം കൊണ്ട് നമുക്ക് എത്താം. അതെത്തുമ്പോൾ നമ്മുടെ അവൈലബിലിറ്റി നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഭീകരമായ വസ്തുത ബാക്കി നിൽക്കുന്നുണ്ട്. ഫ്രൈറ്റ് കൂടുമ്പോൾ ആ ഫ്രൈറ്റിൻ്റെ കൂടുതൽ വർധനവ് ഓയിലിൻ്റെ പെർ ബാരൽ പ്രൈസിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ളത്. ഏതായാലും അതിനിടയ്ക്ക് ഇന്നത്തെ യുദ്ധ സാഹചര്യം മിഡിൽ ഈസ്റ്റിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ വരും എന്ന് വേണം, നമുക്കങ്ങനെ വേണം പ്രതീക്ഷിക്കാനായിട്ട്. കാരണം ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ നീണ്ട കാലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇപ്പോൾ എണ്ണ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചത് കൊണ്ടല്ലേ ചൈനയും പാകിസ്ഥാനും വില കൂട്ടുന്നത്? അതെ. കാരണം സ്റ്റേറ്റ് ഓഫ് ഹോർമുസിലുള്ള വ്യത്യാസം വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവർക്ക് അറിയാലോ അത് കൂടുമെന്നുള്ളത്. അത് അവരെ സംബന്ധിച്ച് അവരുടെ ഈ ഓയിൽ സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്യുന്ന അവരുടെ ഇക്കോണമിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റം അങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് സിസ്റ്റം ഒന്നുമില്ല, അവർക്കെല്ലാം പ്രശ്നങ്ങൾ തന്നെയുള്ളൂ. ചൈനയ്ക്ക് ചൈനയുടേതായ സിസ്റ്റം ഉണ്ട്. പിന്നെ ചൈനയും കുറച്ചൊക്കെ സ്വന്തം ഓയിലുള്ള ആൾക്കാരാണ്. അതെ, ഷെയിൽ ഗ്യാസ് പോലുള്ള ഇന്ധനങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ശാശ്വതമായ ഒരു പരിഹാരം വേണം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വിപണി, ഇന്ത്യയുടെ ഉൽപ്പാദന മേഖല, കാർഷിക മേഖല എല്ലാത്തിനെയും ഇത് ഗുരുതരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഈ അനിശ്ചിതമായിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് അറിയാം,
ഏതാണ്ട് ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈയുടെ പകുതി പിന്നിടുമ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. ഏതാണ്ട് 5 മാസം കഴിയുന്നു യുദ്ധം തുടങ്ങിയിട്ടെന്നുള്ളത്. ആ പ്രശ്നം ഗുരുതരമായിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധം പോലെ നീണ്ടുപോവുകയാണെങ്കിൽ അത് പിന്നെയും കൂടുതൽ പ്രശ്നമാവില്ലേ? നീണ്ടുപോവുകയാണെങ്കിൽ അത് പ്രശ്നമാവും. കാരണം നമ്മളെ സംബന്ധിച്ച് നാച്ചുറൽ ഗ്യാസും കിട്ടണം. അത് ഇന്നത്തെ നിലയ്ക്ക് സ്ട്രേറ്റ് ഹോർമൂസ് വഴിയാണ് നമുക്കത് വരേണ്ടത്. റഷ്യയായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഡീലുള്ളതായിട്ട് നമ്മളെവിടെയും കേട്ടിട്ടില്ല. വേറൊരു സോഴ്സ് നമുക്ക് തൽക്കാലം പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നീണ്ടു പോവുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പോൾ ഏത് യുദ്ധവും നീണ്ടുപോയി കഴിഞ്ഞാൽ നല്ലതല്ല. അതെ. ഇപ്പോൾ റഷ്യയുടെ തന്നെ ഇക്കോണമിക്ക് വളരെയധികം ക്ഷീണം പറ്റി ഉക്രൈൻ യുദ്ധം. എത്ര 5 കൊല്ലം. 2019 തുടങ്ങിയതല്ലേ? 2021 സോറി 21 22 തുടങ്ങിയത്. 22 ആദ്യം. അതെ. 22 ആദ്യം തുടങ്ങി. അത് പ്രകാരം നമുക്ക് 4 കൊല്ലം കഴിഞ്ഞു. അതെ. 4 കൊല്ലത്തിലധികമായി. ആദ്യകാലത്തൊക്കെ നമ്മൾ കേട്ടിരുന്നത് പെട്ടെന്ന് തീരും, കാരണം റഷ്യ പോലത്തെ ഒരു മഹാശക്തി, അതൊരു ചെറിയ രാജ്യം എന്നൊക്കെ. പക്ഷേ അവിടെ നമ്മുടെ നാറ്റോ സഖ്യകക്ഷികളും US-ഉം എല്ലാവർക്കും സഹായം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് യുദ്ധസാമഗ്രികളും എല്ലാം കിട്ടുന്നു എന്ന് വരുമ്പോൾ അവർക്കൊരു വൻശക്തിയുടെ നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. റഷ്യക്ക് നല്ല പ്രഹരേൽപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. റഷ്യയുടെ വലിയൊരു ഇക്കോണമിയിൽ ഉള്ള കുറേ ഒരു ഷെയർ അങ്ങ് പോവുകയല്ലേ, യുദ്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള കാര്യം അങ്ങനെയല്ലേ. അതുകൊണ്ടൊരു നീണ്ടകാല യുദ്ധം ഒരു രാജ്യത്തിലും നല്ലതല്ല. അത് ഇറാനും നല്ലതല്ല, ഇസ്രായേലിനും നല്ലതല്ല, US-നും നല്ലതല്ല, എല്ലാവർക്കും നല്ലതല്ല. ഇപ്പം നമ്മുടെ രാജ്യം തന്നെ പഹൽഗാം പ്രശ്നം ഉണ്ടായപ്പോഴും അതിനു മുമ്പത്തെ പുൽവാമ സംഭവം ഉണ്ടായ സമയത്തും നമ്മൾ സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിയത്. ശക്തമായുള്ള തിരിച്ചടി കൊടുത്തു. അതപ്പോൾ വെച്ചിട്ട് നിർത്തുകയാണ് ചെയ്തത്. യുദ്ധമാക്കി കൊണ്ടുപോയില്ല. നീണ്ട യുദ്ധമാക്കിയിട്ട് കൊണ്ടുപോയില്ല. നീണ്ട യുദ്ധമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇക്കോണമിയെ ബാധിക്കും. അത് ഒരു യുദ്ധം ഒരിക്കലും ഇക്കോണമിക്ക് നല്ലതല്ലല്ലോ, ഒരു രാജ്യത്തിനും നല്ലതല്ല. അതുകൊണ്ട് ഈ മിഡിൽ ഈസ്റ്റിൽ എങ്ങനെയും തീരും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ആൾക്കാർക്കുണ്ട്. ഏതായാലും പുട്ടിൻ്റെ കരുത്തും മോദിയുടെ ബുദ്ധിയും ഒന്നിച്ചു ചേരുമ്പോൾ വരുന്നത് ഒരു കിഴക്കിൻ്റെ വലിയ ഒരു ഊർജ്ജ പ്രവാഹമാണ്, കിഴക്ക് നിന്നുള്ള ഊർജ്ജ പ്രവാഹമാണ്. അത് എന്തായാലും ഇന്ത്യക്ക് ഗുണകരമാവും എന്നുള്ളത് പ്രതീക്ഷിക്കാം. കാരണം 50% ഇന്ധനവും ഇപ്പോൾ ഓൾറെഡി 50% നമ്മുടെ ഫ്യൂവല് അവരുടെയാണ്, റഷ്യനാണ്. ഓയില്. അതെ അതെ. 50% ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ടിൻ്റെ 50% റഷ്യയുടെയാണ് ഓൾറെഡി. അതെ. അപ്പോൾ അത് ഇതിന് മുമ്പത്തെ പ്രാവശ്യം നമുക്ക് സുയസ് വഴി വരുമ്പോൾ ഇത്ര സമയം എടുക്കുമായിരുന്നില്ല. സുയസ് കനാൽ ഇത് വലിയൊരു ലോകം മുഴുവൻ ചുറ്റുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ നമുക്ക് വേറെ മാർഗമില്ല, ചെയ്യേണ്ടി വരും. പക്ഷെ അതേതായാലും നമ്മുടെ ഗവൺമെൻറ്റും അതിന് കരുതി തന്നെ നീങ്ങുന്ന ഒരു സർക്കാരാണ് ഭാഗ്യവശാൽ. വെറുതെ ഉറങ്ങുന്ന ഗവൺമെൻറ്റല്ല, കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് അതനുസരിച്ച് നീക്കങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ്. പുട്ടിനെ സംബന്ധിച്ചും ഇന്ത്യയായിട്ടുള്ള ഭാരതമായിട്ടുള്ള റിലേഷൻ നന്നായിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പുടിൻ. ആ നിലയ്ക്ക് അതിൽ നിന്ന് കാര്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ യുദ്ധം വേഗം തീരുമെന്നും നമുക്ക് ആശിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.